പുത്തൻകട ഉണ്ണിമിശിക ദേവാലയം പുറത്തിവള ബൈപ്പാസ് ജംഗ്ഷനിൽ നടക്കുന്ന ഈ വർണ്ണശബളമായ കാഴ്ചകൾ കാണാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇനി വെറും 28, 30, 31 തീയതികളാണ് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുക. അപ്പോൾ നേരെ ഇനി വന്നാൽ മതിതാ ഈ പടുകൂറ്റൻ സ്നോമാനും മറ്റ് കാഴ്ചകളും കാണാനായിട്ട് നിങ്ങൾ എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന പരിപാടികൾക്ക് പുറമെ 30-ാം തീയതി ഡിജെയും 31-ാം തീയതി ക്രിസ്മസ് പാപ്പയെ കത്തിക്കുന്ന പരിപാടിയും ഉണ്ടാകും. എന്റെ അറിവിൽ തിരുവനന്തപുരത്ത് ക്രിസ്മസ് പാപ്പയെ കത്തിക്കുന്നത് ഇതാദ്യമായിരിക്കും. അപ്പോൾ 31-ാം തീയതി ഇവിടെ വന്നാൽ ലൈവായിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ച കാണാം. ഞാൻ പറഞ്ഞതുപോലെ ഇനി 3 ദിവസം മാത്രമേ നമുക്കുള്ളൂ ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ എത്രയും വേഗം വരിക. 28, 30, 31 തീയതികളിലാണ് ഇനി ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം വരാത്തവർ വരിക കേട്ടോ. 30-ാം തീയതിയാണ് DJ ഉണ്ട്. അപ്പോൾ ആ DJക്കൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരുക. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കാണുവാൻ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ട കാഴ്ചകൾക്ക് പുറമേയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഞാനൊന്ന് പേടിച്ചു കേട്ടോ ഇത് കണ്ടപ്പോൾ. നമുക്ക് ആർക്കായാലും ഒന്ന് പേടി തോന്നും, പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ അകത്ത് ചെല്ലുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ച്, ഞാനൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണർത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതെ, വരികയാണെങ്കിൽ എത്രയും വേഗം വരണം. കാരണം ഇന്ന് 27 27, 28, 30, 31 തീയതികളിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ വരിക, വന്നിവിടെ കണ്ടങ്ങോട്ട് അടിച്ച് പൊളിക്കുക. അതുമാത്രമല്ല സ്റ്റാമ്പുകളുടെയും അതുപോലെ തന്നെ നാണയങ്ങളുടെയും കറൻസികളുടെയും കളക്ഷൻസ് കാണാനും നമുക്ക് സാധിക്കും. കുഞ്ഞുമക്കളൊന്നും എന്തായാലും അത് വളരെ റെയറാക്കി കണ്ട കുഞ്ഞുങ്ങൾ, അങ്ങനെയാണെങ്കിൽ കാണാത്തവർക്ക് തീർച്ചയായിട്ടും വന്ന് കാണാനായിട്ട് പറ്റിയ ഒരു അവസരമാണ് കേട്ടോ.
ഇതിനോടൊപ്പം തന്നെ നൂലുകൊണ്ട് നിർമ്മിച്ച സ്ട്രിംഗ് ആർട്ട് പടവും പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വലിയ പുൽക്കൂട്, ആ പുൽക്കൂട് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾ ആ ഒരു പുൽക്കൂടൊന്ന് കാണേണ്ടതാണ്. അത്രയും അതിമനോഹരമായിട്ടാണ് അവരതിനെ സജ്ജീകരിച്ചും ക്രമീകരിച്ചും വച്ചിരിക്കുന്നത്. അതൊരു കാഴ്ച തന്നെയാണ്. വാട്ടർ ഡാൻസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഒരിടം പോണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല അടിപൊളി വാട്ടർ ഡാൻസ് നമുക്ക് കാണാൻ പറ്റും. കൃഷിപരമായിട്ടുള്ള കാഴ്ചകൾ, പഴയ വീടുകൾ, ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല കാഴ്ചകളായി നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പണ്ടത്തെ വീടുകളുണ്ടല്ലോ, ആ വീടുകളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. അതിലിങ്ങനെ ചാണകമൊക്കെ മെഴുകി ഈ ഒരു ടൈപ്പ് ഓഫ് ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. കുഞ്ഞു മക്കളൊന്നും കാണാത്ത ഒരുപാട് കുട്ടികൾ കാണും. അപ്പോൾ അവർക്കൊക്കെ കാണാനായിട്ട് ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അതിലോട്ടൊന്ന് പോകാനായിട്ട് തോന്നും. അങ്ങനെ പോകാൻ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കോരിയൊക്കെ എടുത്ത് നോക്കി, അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. മാത്രമല്ല ഇവിടെ അനേകം ഫുഡ് സ്റ്റാളുകളും കുട്ടികൾക്കായുള്ള ഗെയിംസുകളും സ്റ്റേജ് ലൈവ് പെർഫോമൻസുകളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എത്രയും വേഗം ഉണ്ണിമിശിക ദേവാലയം പുറത്തിവള ബൈപ്പാസ് ജംഗ്ഷനിലുള്ള ഈ കാഴ്ചകൾ കാണാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല 30-ാം തീയതിയുള്ള DJയും 31-ാം തീയതിയുള്ള ക്രിസ്മസ് പാപ്പയെ കത്തിക്കുന്നതും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഓൾ.